സർ, RSS തലയ്ക്ക് വിലയിട്ട നേതാവാണ് പിണറായി. മാത്രമല്ല, ആന മതിച്ചിട്ട് കുലുങ്ങാത്തത് കോഴി ചരച്ചിട്ട് കുലുങ്ങില്ല. അതായത് RSS ആനയാണ്, അപ്പോൾ നമ്മുടെ PV അൻവർ കോഴിയാണ് എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. അതായത് സജി ചെറിയാൻ്റെ വാക്കുകൾ PV അൻവറിന് ഒരു തരത്തിലും ഒരു വില അവർ കൽപ്പിച്ചിട്ടില്ല. ഈ വാക്കുകളൊന്നും ഇപ്പോൾ RSSനെ ആനയാക്കി വലിയ രീതിയിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ PV അൻവറിനെ കോഴിയാക്കിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ RSSനെ വീണ്ടും ഈ എടുത്ത് ഇങ്ങനെ കൈക്കുമ്പിളിലാക്കുന്ന ഒരു ഇടതുപക്ഷത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ല, സജി ചെറിയാൻ്റെ വാചകങ്ങൾക്ക് നമ്മൾ എന്ത് വിലയാണ് കൊടുക്കേണ്ടത്? കാരണം നേരത്തെ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ കുന്തവും കുടച്ചക്രവും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു കൊളുക്കൽ ഭാഷാ പ്രയോഗത്തിൽ കിടക്കുന്നതായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. അതിനൊരു വലിയ രാഷ്ട്രീയ മൂല്യമില്ല. പക്ഷേ ഇപ്പോൾ പിണറായി എതിർക്കുന്ന അൻവർ പാർട്ടിയുടെ ശത്രു. കാരണം പിണറായി പാർട്ടി, അതുകൊണ്ട് പിണറായി എതിർത്താൽ നിങ്ങൾ പാർട്ടിയുടെ ശത്രു. അങ്ങനത്തെ ഒരു ഇക്വേഷനകത്താണ് യഥാർത്ഥത്തിൽ സജി ഇങ്ങനെ സംസാരിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ RSS എന്ന് പറയുന്നതിനിടയിൽ വലിയ ഒരു സംഭവമാണ് എന്ന് ശശി മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷംസീറും പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് എന്നുള്ളത്. അതൊക്കെ ശരിയാണ്, തത്വത്തിൽ അതിലൊന്നും തർക്കങ്ങളില്ല. കാരണം എന്ന് വെച്ചാൽ RSS 100ാം വാർഷികം ആഘോഷിക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, നേരത്തെ RSS നിന്നിരുന്നതിനേക്കാളൊക്കെ വളരെ ഉയർന്ന തരത്തിലുള്ള ആധികാരികതയിലേക്ക് അത് മാറുകയും ചെയ്യുന്നു. കാരണം അവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്ന സമയത്ത് അത് ആന തന്നെയാണ്. സജിയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയുമാണ്. പക്ഷേ അൻവർ കോഴിയാണ്. കോഴിയോ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള എന്തെങ്കിലും പറയാനായിട്ട് പറ്റുമായിരുന്നെങ്കിൽ അത് പറഞ്ഞാലും വിരോധമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരങ്ങനെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ ഈ ഭരണത്തെക്കുറിച്ച് ഒരുപാട് പേർക്ക് എതിരഭിപ്രായമുണ്ട്. പക്ഷെ ആരും മുഖത്ത് നോക്കി പറയുന്നില്ല. കാരണം പണ്ട് പാർട്ടിയാണെല്ലാം, വ്യക്തിയല്ല. ഇപ്പോൾ പിണറായി വിജയനാണെല്ലാം, പാർട്ടിയല്ല. ആ തലത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ രാജാവ് നഗ്നനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഒരു പോരാളി ഉണ്ടായി, അതാണ് അൻവർ എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? അല്ല, അങ്ങനെയാണ് സോഷ്യൽ മീഡിയ അതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അൻവറിന് കയ്യടി കിട്ടുന്നത്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ടെലിവിഷനിൽ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം വരുന്ന സമയത്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹാക്കൾ വരെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സഹാക്കൾക്കറിയാം ഈ പാർട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ എന്നുള്ളത്. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ സ്വർണ്ണമരം വീണ് എപ്പോഴാണ് പാർട്ടി എന്ന് പറയുന്ന ആ വീട് തകർന്നു പോകുന്നത് എന്ന് കരുതുന്നതായിട്ടുള്ള സഹാക്കളാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ വലിയ പ്രത്യാശ പുലർത്തുന്നത്. കാരണം അങ്ങനെ ഒരു ചുണക്കുട്ടി ഉണ്ടല്ലോ എന്നാണ് ഈ സാധാരണക്കാരെല്ലാവരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പിണറായി വിജയനെ വെല്ലുവിളിക്കാനായിട്ട് കരുത്തുള്ളതായിട്ടുള്ള ഒരു ചുണക്കുട്ടി എന്നാണ് സാധാരണക്കാരെല്ലാം അൻവറിനെ വിശേഷിപ്പിച്ചത്. അപ്പോഴാണ് സജി ചെറിയാൻ വരുന്നത്, ഇത് ചുണക്കുട്ടിയല്ല, ഇത് കോഴിക്കുഞ്ഞാണ് എന്ന് പറയും. അത് അയാളുടെ ഒരു ശൈലിയിലും അയാളുടെ കാഴ്ചപ്പാടിലും അയാൾ പറയുമ്പോൾ അയാളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? പിണറായി വിജയന് വേണ്ടി ചെണ്ട കൊട്ടുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം പിണറായി വിജയൻ ഇങ്ങനെ എതിർക്കാതിരുന്ന സമയത്ത് സജി ചെറിയാൻ അൻവറിനെ എതിർത്തിരുന്നില്ല. മാത്രമല്ല, പിണറായി വിജയൻ്റെ വളരെ വിശ്വസ്തനായിരുന്നു അൻവർ. അപ്പോൾ അൻവറുമായിട്ട് പല സംഭാഷണങ്ങളും നടത്തിയിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കണം ആദ്യകാല സമ്മേളനങ്ങൾ അല്ലെങ്കിൽ പത്രസമ്മേളനം നടന്നതെന്നാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പരാതികൾ കേൾക്കുകയും പരിശോധിക്കുകയും ചെയ്യും എന്ന് പാർട്ടി അതേപോലെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അയാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, പിണറായി ചതിയനാണ് എന്ന് പറഞ്ഞു, എന്നെ ചതിച്ചു. അപ്പോൾ ഇയാളുടെ ഈ കാര്യങ്ങളെല്ലാം പോകുന്ന സമയത്ത് അയാൾക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ ഈ ഷേക്സ്പിയർ നാടകത്തിൽ കേട്ടിട്ടുള്ളത് പോലെ യൂട്യൂബ് ബ്രൂട്ടസ് നീയും എന്നാണ് പിണറായിയോട് ആര് ചോദിക്കുന്നത്? അൻവർ ചോദിക്കുന്നത്, പിണറായി നീ ഇവനെ ചതിച്ചോ? സജി ചെറിയാനെ പോലെയുള്ളതായിട്ടുള്ള എന്താണ് വളരെ നിസ്സാരമായിട്ടുള്ള പാർട്ടിയിലെ ജീവികൾ ചതിക്കുന്നത് ഒരു പ്രശ്നമല്ല. പക്ഷേ പിണറായിയും ചതിക്കും എന്ന് ആര് കരുതിയിരുന്നില്ല? അൻവർ കരുതിയിരുന്നില്ല. അതുകൊണ്ടാണ് അൻവർ അങ്ങനെയുള്ള സംഭാഷണത്തിൽ എത്തിച്ചേർന്നത്. പക്ഷേ പൊതുസമൂഹം അൻവറിൻ്റെ വാക്കുകളെ സ്വീകരിക്കുന്നത് എന്താണ്? ഒരു റബലിൻ്റെ വാക്കുകൾ എന്ന നിലക്കാണ്. കാരണം ഇത്രയേ ഉള്ളൂ, ഇയാൾ സ്വേച്ഛാധിപതിയായി മാറിയെന്ന് മാത്രമല്ല, പാർട്ടിയെ സമ്പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി പാർട്ടി എന്ന് പറഞ്ഞതിനാണ് ഈ പിണറായി സമം എന്ന രീതിയിൽ വന്നു. പാർട്ടി തകരുന്നതിൻ്റെ ലക്ഷണമാണ് മുഴുവനായിട്ട് കാണുന്നത്. അങ്ങനെ വന്ന ഘട്ടത്തിൽ അതിനെ ഒരാൾ വെല്ലുവിളിക്കുമ്പോൾ ആളുകൾ കൈയടിക്കും. കാരണം സ്വേച്ഛാധിപതികളെ വെല്ലുവിളിക്കുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമാണ്. CPM ആണോ ഇല്ലെന്നുള്ളതൊരു പ്രശ്നമൊന്നുമല്ല.
ആരെ BJP ആയാലും RSS ആയാലും ആരായി കഴിഞ്ഞാലും അവരുടെ നേതൃത്വം സ്വേച്ഛാധിപത്യ നേതൃത്വമായി കഴിഞ്ഞാൽ അതിനെ വെല്ലുവിളിക്കാനായിട്ട് വളരെ താഴെയുള്ള ആളുകൾ ആരെങ്കിലും തയ്യാറായി കഴിഞ്ഞാൽ അവർ കയ്യടി കിട്ടും. അങ്ങനെയാണ് അൻവറിന് കയ്യടി കിട്ടിയിരിക്കുന്നത്. കാരണം ഇത് അൻവർ പിണറായിയുടെ പ്രശ്നമല്ല, സ്വേച്ഛാധിപത്യത്തിനെതിരെ മനുഷ്യൻ ഉണരുന്നതിൻ്റെ ശബ്ദമാണ് നമ്മൾ അവിടെ കേൾക്കുന്നത്. അതുകൊണ്ടാണ് അതിന് അങ്ങനെയുള്ള അംഗീകാരം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ CPM-നുള്ളിൽ നിന്ന് ഈ പാർട്ടിക്ക് അതീതനായി വളരുന്ന നേതാവിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നടപടി ഉണ്ടാകും, പാർട്ടി വിരുദ്ധനാണെന്ന് മുദ്ര കുത്തും. അതുകൊണ്ട് തന്നെ ഈ CPM-ൽ ഒരുപാട് പേര് ആത്മരോഷം അടക്കി പിടിച്ചായിരിക്കും ഇതെല്ലാം സഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ PV അൻവറിൻ്റെ ഈ ഒരു ധൈര്യത്തിനും പിന്നിൽ ഈ CPM-നുള്ളിൽ നിന്നുള്ള സപ്പോർട്ടുകൾ ഉണ്ട് എന്ന് സർ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇത് നമ്മൾ ഈ കയ്യടി നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, വികാരിയസ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സാധനം. അതായത് എനിക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നീ അത് ചെയ്യുന്നു, ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി കൈയടിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ത് ചെയ്യുന്നു, കയ്യടിയേക്കാൾ ഉപരിയായി PV അൻവറിനെ ശരിക്കും ഒരു പിൻബലം കൊടുക്കുന്ന ആൾക്കാർ ഈ പാർട്ടിയിൽ തന്നെ ഉണ്ടോ CPM-ൽ? അല്ല, പാർട്ടിയിൽ അങ്ങനെ ഉണ്ടാകാം, പലരും ഉണ്ടാകാം. പക്ഷേ അവർക്കൊന്നും എന്തിനുള്ള ശേഷിയില്ല, പുറത്തു വരാനുള്ള ശേഷിയില്ല. അപ്പോൾ PV അൻവറിനെ ഈ പറഞ്ഞവരെ പാർട്ടിയായ എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിരിക്കുന്നു. ഇനി PV അൻവറിനെ ആരെങ്കിലും കണ്ടാൽ അല്ലെങ്കിൽ സംസാരിച്ചാൽ അവനെന്ത് ചെയ്യും, മാർക്ക് ചെയ്യും, അവനെ പുറത്താക്കും എന്നാണ് അതിൻ്റെ ലക്ഷണം. അല്ല, ഈ അവസരത്തിലും പാർട്ടിയിലുള്ള ഒരാൾ പോലും ഇങ്ങനൊരു അഭിപ്രായം പറയാൻ, നമ്മൾ തിരുത്തണം എന്ന് പറയാൻ പാർട്ടിക്കുള്ളിൽ ആർക്കും ഇതുവരെ ധൈര്യം വരുന്നില്ല. അല്ല, പാർട്ടിയുടെ സ്വഭാവം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശക്തമായിട്ട് അത് പറയാൻ ആളുകൾ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ചർച്ചകളില്ല. ഉൾപാർട്ടി ചർച്ചകളില്ല എന്ന് പറഞ്ഞാൽ പ്രത്യയശാസ്ത്രപരമായിട്ട് ചർച്ചകളില്ല. അപ്പോൾ പാർട്ടി എടുക്കേണ്ട രാഷ്ട്രീയ നിലപാടിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് കരുത്തുള്ള ഒരു അണിയല്ല ഇപ്പോൾ കേരളത്തിലെ CPM-നകത്തുള്ളത്. അതാണ് പ്രശ്നം. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. അതിശക്തമായിട്ട് അത്തരത്തിൽ സംസാരിക്കുന്ന ഒരുപാട് പേര് പാർട്ടിക്കകത്തുണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയും ഇത് ശരിയല്ല. കാരണം എന്താണ്, മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനോ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കോ ആദർശങ്ങളോ അനുസരിച്ചല്ല പിണറായി വിജയൻ എന്ന് പറയുന്നതായിട്ടുള്ള നേതാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരാണ്. നമ്മൾ ഈ ക്രോണിക് ക്യാപിറ്റലിസം അല്ലെങ്കിൽ ചങ്ങാത്ത മുതലാളിത്തം എന്നൊക്കെ പറയുന്നതിൻ്റെ പിടിയിൽ അമർന്നു പോയ ഒരു നേതാവാണ് പിണറായി വിജയൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്വത്ത് സമ്പാദനത്തിൻ്റെയും ആർത്തിയുടെയും ഒക്കെ പ്രശ്നങ്ങൾ വളരെ കലശലായിട്ട് ചർച്ചയിലേക്ക് വരുന്നത്. പക്ഷേ ഇദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് മറ്റ് ചില കാര്യങ്ങൾ പാർട്ടിക്കകത്ത് സംഭവിച്ചിട്ടുണ്ട്. എന്താണത്? പാർട്ടിയുടെ എല്ലാ മേഖലകളിലും നമ്മൾ ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ഒക്കെ എടുത്താൽ അവിടെയൊക്കെയുള്ള ഈ സെക്രട്ടറിമാർ മറ്റ് പിണറായിമാരായി മാറി. പിണറായി സൃഷ്ടിച്ച മറ്റൊരപകടം, അദ്ദേഹം സ്വേച്ഛാധിപതിയായി മാറി പാർട്ടി അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയെന്ന് മാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ പാർട്ടിയിലുടനീളം പിണറായിമാർ സൃഷ്ടിക്കുന്ന ഒരു ജോലിയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ലോക്കൽ സെക്രട്ടറിയെ കണ്ടാൽ അയാൾ പിണറായി വിജയനെ പോലെ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏരിയ സെക്രട്ടറി അങ്ങനെയാണ്, ജില്ലാ സെക്രട്ടറി അങ്ങനെയാണ്, പാർട്ടിയുടെ നേതാക്കളൊക്കെ അങ്ങനെ മാറിക്കഴിയുമ്പോൾ അവരെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് അവർ അണികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു അണിയെ അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള നേതാവ് പഠിപ്പിക്കുന്ന ഇതാണ്, നീ ഒരു കാര്യവും ചോദ്യം ചെയ്യാൻ പാടില്ല, ഒക്കെ നീ അനുസരിച്ചോളണം എന്ന് വെച്ചാൽ പാർട്ടിയിലെ ആളുകളെ മുഴുവനും ഒരു അടിമക്കൂട്ടമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയിലേക്ക് ഇത് മാറുകയും അത് വിജയം വരികയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അൻവർ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാർട്ടിക്കാർ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയും, എന്നാൽ പിണറായി പറഞ്ഞു അവന് വെട്ടു, ഉടനെ ഗോവിന്ദൻ വെട്ടി, ഇനി അൻവറുമായിട്ട് പാർട്ടിക്കൊരു ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം പിന്നെ സഹാക്കൾ അൻവറിനെതിരെ ഉള്ള യുദ്ധപ്രഖ്യാപനമാണ് ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് സജി ചെറിയാൻ ഈ അൻവറിനെ കോഴിക്കുഞ്ഞാക്കി മാറ്റി. ഇന്ന് നടന്ന കേന്ദ്ര കമ്മിറ്റിയിൽ ഇത്തരത്തിൽ എന്തെങ്കിലും വിമർശനങ്ങൾ, സാധാരണ കമ്മിറ്റികളിലൊന്നും പിണറായി എങ്ങനെ വിമർശിച്ചാലും അത് പുറത്ത് വരാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ RSSുമായുള്ള ബന്ധം, ഇപ്പോൾ സ്വർണ്ണക്കടത്തും മറ്റു ആരോപണങ്ങളും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് RSSുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് തന്നെയാണ്. അപ്പം ഈ തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരുമോ? അല്ല, കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോ ഒക്കെ ഇപ്പോൾ കൂടിയത് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായിരുന്നില്ല. എല്ലാ സമ്മേളനങ്ങൾക്കും ഒരു അജണ്ടയുണ്ട്. അപ്പോൾ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും കൂടിയതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട ഒറ്റ അജണ്ടയായിരുന്നു. അത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു, അതിന് പകരം ഒരു സെക്രട്ടറി വേണോ വേണ്ടേ എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏക അജണ്ടതാണ്.
അതുകൊണ്ട് അതുമാത്രമാണ് അതിനകത്ത് ചർച്ച ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഉള്ള ചർച്ചയിൽ ഞാൻ മനസ്സിലാക്കിയത് ഏകണ്ഠമായൊരു തീരുമാനത്തിലെത്താനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം പാർട്ടി സമ്മേളനങ്ങൾ ഇനി നടക്കാനായിട്ട് പാർട്ടി കോൺഗ്രസ് നടക്കാനായിട്ട് 6-7 മാസക്കാലത്തെ കാലയളവേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പുതിയ സെക്രട്ടറിയുടെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞ് സെക്രട്ടറി ഇല്ലാതെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കാം. കാരണം ഒരു സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ആ സെൻട്രൽ സെക്രട്ടേറിയറ്റ് 3-4 പേര് അടങ്ങിയതായിരിക്കും. അവർ കൂടി കാര്യങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിച്ച് നടപ്പിലാക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു സംവിധാനം വേണമെങ്കിലാകാം. അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഈ 6-7 മാസക്കാലത്തേക്ക് ഒരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാം. ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ജില്ലാ സമ്മേളനങ്ങൾ, മേഖലാ സമ്മേളനങ്ങൾ ഇതെല്ലാം നടക്കുമ്പോൾ ഉയരുന്ന പരാതികൾ അതിൻ്റെ ഉയർന്ന തലങ്ങളിലുള്ള സമ്മേളനങ്ങളിൽ അത് ചർച്ച ചെയ്യാറുണ്ടോ, പരിഹരിക്കപ്പെടാറുണ്ടോ ഈ CPM? അത് ചർച്ച ചെയ്യാറുണ്ട്. അതിശക്തമായിട്ടുള്ള രീതിയിലാണ്, അതിരൂക്ഷമായിട്ടുള്ള രീതിയിലാണ് ഈ സമ്മേളനങ്ങളിലെല്ലാവരും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. പരിഹരിക്കപ്പെടാറുണ്ടോ? പരിഗണിക്കപ്പെടാനുള്ള സാധ്യതകൾ അതിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ രീതിയിലുള്ള പരാതിയാണ് എല്ലാ ജില്ലകളിലും, ഏകദേശം ഭൂരിഭാഗം എല്ലാ ജില്ലകളിലും നിരവധി പരാതികളാണ് അംഗങ്ങൾ ഉയർത്തിയത്, കമ്മിറ്റിക്കുള്ളിൽ ഉയർന്നത്. പക്ഷേ അതെല്ലാം അടുത്ത തലത്തിലേക്ക് അത് എത്തുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ടോ, ചെയ്യപ്പെടുമോ? ഈ പാർട്ടിയുടെ ഒരു സ്വഭാവ സവിശേഷതയിൽ അങ്ങനെ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്നതായിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ നേതാക്കളെ മാറ്റുന്ന രീതിയില്ല. മാറ്റണമെന്നല്ല, അത് ചർച്ച ചെയ്യുകയോ ഇത് പരിഗണിക്കണം, ഈ പരാതികൾ, അതായത് താഴെത്തട്ടിലുള്ളവരെ പരാതി മുക്തരാക്കുക എന്നതാണല്ലോ ഒരു പ്രധാന കാര്യം. അതിന് വേണ്ട എന്തെങ്കിലും തിരുത്തൽ നടപടികൾ എന്തെങ്കിലും അല്ല, പാർട്ടിയെ മാറ്റിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഈ ചർച്ചകൾ നടക്കുമ്പോൾ ചർച്ചകൾ നടക്കാൻ അനുവദിക്കുന്നതിൻ്റെ ഒരർത്ഥം എന്താണ്? അത് എല്ലാവരും അറിയട്ടെ എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ അകത്ത് അവർ ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്നാണ്. ചില സമയത്ത് അങ്ങനെയല്ല, ഇരിക്കൂ സഹായി എന്ന് പറഞ്ഞിരുത്തും, അടിച്ചിരുത്തും. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള സമ്മേളനങ്ങളിൽ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ അറിഞ്ഞിടത്തോളം ജില്ലാ കമ്മിറ്റിയിൽ വരെ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ പല സഹാക്കളും ചർച്ച ചെയ്ത സമയത്ത് നേതാക്കൾ അവർ സംസാരിക്കട്ടെ എന്നുള്ള സമീപനം എടുത്ത്, എന്നുവെച്ചാൽ അവരുടെ ഉള്ളിലും ഈ പിണറായി വിജയൻ്റെ പോക്കിനോട് യോജിപ്പില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കൂടുതൽ അതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് യഥാർത്ഥത്തിൽ അൻവറിൻ്റെ ഈ സംഭവങ്ങളിലൊക്കെ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇവർ തുടങ്ങുന്ന സമയത്ത് തന്നെ അൻവറിനെ കൊണ്ട് സംസാരിപ്പിക്കില്ലായിരുന്നു ശരിക്കും. തീർച്ചയായിട്ടും. കാരണം അൻവറിനെ വിളിച്ച് പറഞ്ഞാൽ അൻവർ സംസാരിക്കാനുള്ള സാധ്യത ഇല്ലായിരുന്നു നീക്കുക. പക്ഷേ അൻവറിനെ ഇങ്ങനെ അഴിച്ചുവിട്ട് പിന്നീട് കെട്ടാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ടാണ് അതിങ്ങനെ ആയത്. നേരത്തെ അവരിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവണമെന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആ സമയത്തൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ കത്തിജ്വലിച്ചിങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതും CPMനെ വലിയ തരത്തിൽ മാനക്കേടുണ്ടാക്കുകയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിലേക്കാണ് ഈ സർക്കാർ പോകുന്നതെന്നുള്ള ഒരു ചർച്ചയൊക്കെ വരികയൊക്കെ ചെയ്തു. അപ്പോൾ അത് വേണമെങ്കിൽ ഇതിനകത്ത് മുങ്ങിപ്പോകട്ടെ എന്നവർ കരുതി കാണാം. പക്ഷേ അൻവർ ഇവിടം വരെയും പോകുന്നവർ കരുതിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണത് ഇവിടം വരെ എത്തുകയും അൻവർ വീഴുകയും ചെയ്യുന്ന അവസ്ഥയിലെത്തിയതാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയം അങ്ങനെ വളരെ കൗശലപൂർവ്വമായിട്ടുള്ള കളികളുടെ ഒരു കേന്ദ്രമാണ്. സജി ചെറിയാൻ RSSനെ ആനയായും അൻവറിനെ കോഴിയായും കെട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് കൂടുതലൊന്നും ഊഹാപോഹങ്ങളിലേക്ക് പോകണ്ട. യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക തന്നെ ചെയ്തു. RSS അവർക്ക് എത്രത്തോളം വലുതാണ് എന്നുള്ളത്. അപ്പോൾ അൻവറിനെ കെട്ടഴിച്ച് വിടും മുമ്പ് 1-2 തവണ നമ്മുടെ MM മണി പറഞ്ഞതുപോലെ 1, 2, 3 അങ്ങനെ 3-4 തവണ ഒന്ന് ആലോചിക്കാമായിരുന്നു. എന്നിട്ട് കെട്ടഴിച്ച് വിട്ടാൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാകും. പക്ഷേ സമയം അതിക്രമിച്ചു പോയി, ഇനി തിരുത്താൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. വളരെ നന്ദി.